കാലവർഷം കനത്തതോടെ കാസർഗോഡിന്റെ കടലോര ഗ്രാമങ്ങൾ കനത്ത ആശങ്കയിലും ഭീതിയിലുമാണ്. പലയിടങ്ങളിലും കടലേറ്റം രൂക്ഷമാണ്. നിരവധി വീടുകളാണ് മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള പ്രദേശത്ത് തകർന്നിട്ടുള്ളത്. 80 കിലോമീറ്ററോളം വരുന്ന കാസർഗോഡൻ കടലോരത്ത് പലയിടങ്ങളിലും 0.5% പോലും കടൽഭിത്തിയില്ല. ഇത് കടലേറ്റം രൂക്ഷമാക്കാനും വീടുകളും സ്ഥലങ്ങളും കടലെടുക്കാനും കാരണമാകുന്നു. നിരവധി വീടുകളാണ് കടലാക്രമണത്തിൽ തകർന്നത്. തീരശോഷണം ഏറെ സംഭവിക്കുന്ന ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ വ്യാപകമായ കടലേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി തെങ്ങിൻ തോപ്പുകളാണ് കടലായി മാറിയത്. പ്രദേശത്തുള്ള ഏക റോഡും കടൽ വിഴുങ്ങാൻ പാകത്തിൽ നിൽപ്പാണ്. മഞ്ചേശ്വരം മുതൽ കണ്ണുതീർത്ത മുസോടി, ഉപ്പള, ശാരദാനഗർ, ഹനുമാൻ നഗർ, പെരിങ്കടി, ഷിറിയ, കുമ്പള, കോയിപ്പാടി, പെർവാഡ്, മൊഗ്രാൽ, കൊപ്പളം, ഉദുമ, ജന്മ, കൊവ്വൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം തുടരുകയാണ്. ഒട്ടേറെ വീടുകളും റോഡുകളും ഈ ഭാഗങ്ങളിൽ കടലെടുത്തു. കോടികൾ ചിലവിട്ട് സ്ഥാപിക്കുന്ന താൽക്കാലിക ജിയോ ബാഗ് പ്രതിരോധം ശക്തമായ തിരമാലകളെ തടുക്കാൻ ശേഷിയില്ലാത്തതാണ് എന്ന് തീരദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. താൽക്കാലിക ആശ്വാസ നടപടികൾ കടപ്പുറം ടെട്രാപാഡ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ഥിരം കടൽഭിത്തി പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായാൽ മാത്രമേ തീരദേശ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.